അർജന്റീന കോപ്പ വിജയിച്ചതിനു പിന്നിൽ മെസ്സിയെയും ഡിമേരിയെയും മാർട്ടിനസിനെയും എല്ലാം നമ്മൾ വാഴ്ത്തിപ്പാടുമ്പോൾ നമ്മൾ മറന്നുപോകുന്ന രണ്ട് നാമങ്ങളുണ്ട്. എതിർമുന്നേറ്റം പാടെ തകർക്കുന്ന അർജന്റീനയുടെ പ്രതിരോധം എമിക്കൊപ്പം കാത്തുസൂക്ഷിക്കുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ രണ്ട് കരുത്തന്മാർ. അതെ, പറഞ്ഞു വന്നത് ലിസാൻഡ്രോ മാർട്ടിനസിനെയും ക്രിസ്ത്യൻ റൊമേറോയെയും കുറിച്ചാണ്. പല മത്സരങ്ങളിലും വിജയം സമ്മാനിച്ച എമി മാർട്ടിനസ് എന്ന കാവൽ മാലാക ആൽബി സെലസ്റ്റുകൾക്കുണ്ടെങ്കിൽ കൂടി ആ പ്രതിരോധത്തിൽ കൂടുതൽ ശക്തി പകരുന്നത് ഈ രണ്ട് താരങ്ങളാണ്. മെഷറാനോയും ഒട്ടാമെന്റിയുമെല്ലാം കാത്തുസൂക്ഷിച്ച ഡിഫൻസിൽ വരുംകാല ഫുട്ബോളിന്റെയും അർജന്റീനയുടെയും വാഗ്ദാനങ്ങളാണവർ. നിലവിൽ ഇരുവരും രാജ്യാന്തര ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഡിഫൻസീവ് പാർട്ട്നേഴ്സാണ്. 2021 കോപ്പയിലും ഖത്തർ ലോകകപ്പിലും ഒട്ടാമെന്റിക്കായിരുന്നു സ്കലോണി ആദ്യ 11-ലേക്ക് അവസരം നൽകിയിരുന്നത്. റൊമേറോക്കൊപ്പം മികച്ച പ്രതിരോധ കൂട്ടുകെട്ട് പിറന്നതോടെ കോപ്പയും ലോകകപ്പുമെല്ലാം അർജന്റീന നേടുകയുണ്ടായി. 36-കാരൻ ഒട്ടാമെന്റിയുടെ പ്രായം കണക്കിലെടുത്തും വരുംകാല അർജന്റീനയുടെ പ്രതിരോധം കെട്ടുറപ്പോടെ നിലനിൽക്കാനും അയാൾക്ക് പകരം മറ്റൊരാളെ കൊണ്ടുവരാൻ സ്കലോണി നിർബന്ധിതനായിരുന്നു. 2024 കോപ്പയിൽ ഒട്ടാമെന്റിയെ ബെഞ്ചിലിരുത്തി മാർട്ടിനസിനെ ആദ്യ 11-ൽ റൊമേറോക്കൊപ്പം കളിപ്പിച്ച് സ്കലോണി മെനഞ്ഞ തന്ത്രങ്ങൾ ഇരുവരും കൃത്യമായി മൈതാനത്ത് നടപ്പാക്കുന്നുണ്ടായിരുന്നു. എന്താണോ അർജന്റീനയും സ്കലോണിയും ഡിമാൻഡ് ചെയ്യുന്നത് അതവർ ഒരുമിച്ച് കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. പല മത്സരങ്ങളിലും ഇരുവരുടെയും പങ്കാണ് അർജന്റീനയെ വിജയങ്ങളിലേക്ക് നയിച്ചത്. കഴിഞ്ഞുപോയ കോപ്പയിൽ ഇക്വഡോറിനെതിരെയുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരം മാറ്റി നിർത്തിയാൽ അർജന്റീന കളിച്ച ഒരൊറ്റ മത്സരത്തിൽ പോലും എതിർ സ്ട്രൈക്കർമാർക്ക് ഇവരെ മറികടക്കാൻ സാധിച്ചിട്ടില്ല. സ്കലോണി ഏൽപ്പിച്ച ദൗത്യത്തെ ഇവർ എത്രത്തോളം ഭംഗിയായി നിർവഹിക്കുന്നുണ്ടെന്ന് ഈ കണക്ക് മാത്രം നോക്കിയാൽ മതി. കൊളംബിയക്കെതിരെയുള്ള കിരീട വിജയത്തിൽ അർജന്റീനയുടെ മുന്നേറ്റം എത്ര കണ്ട് പ്രയത്നിച്ചുവോ അതുപോലെ എഫേർട്ട് ഇട്ടവരാണ് ഇരുവരും. ഇനിയുള്ള കാലവും അർജന്റീനയ്ക്ക് വേണ്ടി സ്കലോണിക്ക് കീഴിൽ ഒരേ മൈൻഡ് സെറ്റോടുകൂടി അവർ ഇനിയും പന്ത് തട്ടും. കിരീടങ്ങളും റെക്കോർഡുമെല്ലാം അവരെ തേടിയെത്തും. ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഡിഫൻഡേഴ്സായി അവർ മാറും.